എന്താണെന്ന് നമുക്ക് കള്ളും കഞ്ചാവും ഈ ഡ്രഗ്സും ഇവൻ തന്നിട്ട് നമ്മളെ കുറേ പരിപാടി ഇവൻ നമ്മളെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇവൻ എന്താ ചിന്തിച്ചതെന്ന് വെച്ചാൽ ഇതും കിട്ടി നമ്മൾ ഇതും അടിച്ചുകൊണ്ട് നമ്മൾ ഇവൻ്റെ കൂടെ അങ്ങ് നിന്ന് ഈ പറഞ്ഞ പോലെ പൈസ ഇതും നോക്കാണ്ട് നമ്മളെ വെച്ച് ഇവന് 10 ലക്ഷം റുപ്യ ഉണ്ടാക്കിയിട്ട് 1,50,000 എന്തോ പറഞ്ഞാൽ നമുക്ക് ഈ പെണ്ണും ഇതെല്ലാം തരാം. ഫെയിമുള്ളതുകൊണ്ട് പെണ്ണും ഇതെല്ലാം വരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതും ഡ്രഗ്സ് കയറ്റി ഓക്കെ, ഡ്രഗ്സ് കയറ്റിട്ട് പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് എന്താ പരിപാടി? എടാ എൻ്റെ തലയിലേക്ക് ഇടാൻ പോകുന്ന സാധനം, അതായത് എൻ്റെ കേസായിട്ട് എന്നെ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, മമ്മൂനെ ഞാൻ പീഡിപ്പിച്ചു, ഇതെല്ലാം ഇവൻ ചെയ്യുന്ന കാര്യങ്ങളാ. ഇവൻ എന്ത് ചെയ്തെന്നറിയോ? ഇവിടെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എടാ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഇത് എത്ര ആൾക്കാർ ഫേക്ക് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിത് കാണിക്കാണ്ട് വേറെ വഴിയിൽ, ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഓൻ ചാവേണ്ട വരും. തൊപ്പി ആൻഡ് സമീർ ആൻഡ് മമ്മു ഓക്കെ, ഇവരുടെ കോൺട്രവേഴ്സിയാണ് ഇപ്പോൾ കത്തി നിൽക്കുകയാണ് യൂട്യൂബിൽ തുറന്നു കഴിഞ്ഞാൽ ഇവരുടെ വിഷയം മാത്രമേ ഉള്ളൂ. എല്ലാവരും അത് തൊപ്പിൻ്റെ വീഡിയോസ് അവരെടുത്തിടുന്നു, അവരുടെ വീഡിയോസ് ഇവരെടുത്തിടുന്നു, പല ജാതി വീഡിയോസാണ്. ഇതൊന്നും നമുക്ക് ലൈവിൽ പോലും കാണിക്കാൻ പറ്റത്തില്ല, ഇതിൽ പോലും കാണിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ വീഡിയോസും അങ്ങനത്തെ തെറികളുമാണ്. ഞാൻ ഈ തൊപ്പിൻ്റെ മുമ്പത്തെ ലൈവൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഇതെല്ലാം ഒരു സ്ക്രിപ്റ്റാണ്. ഇവരൊരു ഓൾറെഡി എന്തിനാണ് വേണ്ടിയിട്ടാണ് ഇത് ഈ വീഡിയോ കോൾ ആക്കുന്നത് കേട്ടോ, ബാക്കിയെല്ലാം സ്ക്രിപ്റ്റാണെന്ന് ഓൾറെഡി അവർ പറഞ്ഞു. ഈ പെൺകുട്ടികൾക്ക് വീഡിയോ കോൾ ആക്കിയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളും പിന്നെ അങ്ങനത്തെ കുറേ വീഡിയോസ് ഓൾറെഡി ഞാൻ കണ്ടു ലൈവിൽ. ഒരു 2-3 മണിക്കൂറൊക്കെയാണ് ലൈവ് ഉള്ളത്. ഇതൊന്നും കാണാനുള്ള സമയമൊന്നും നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് കാണുന്ന സമയത്ത് പോലും ഇതിൽ ഇങ്ങനത്തെ ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈഡിൽ റീൽസ് അതൊക്കെ വരുന്ന സമയത്ത് ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. സംഭവം എന്ന് വെച്ചാൽ വേറെ പെൺകുട്ടികൾക്ക് ഈ റാൻഡം ആയിട്ടുള്ള ആൾക്കാർക്ക് ഫോൺ വിളിച്ച് സംസാരിക്കാം. അപ്പോൾ അവരൊക്കെ ഒലിപ്പിക്കൽ കാണണം ഇതിൽ പെൺകുട്ടികൾ വരുന്ന സമയത്തും. ഇവരൊക്കെ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഇതൊക്കെ ഒരു ഓൾറെഡി അവരൊരു സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നത്, ഇങ്ങനത്തെ എല്ലാം ഒരു ഗോസ്റ്റ് കാണിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇവർ ഓൾറെഡി ഇങ്ങനെ തന്നെ പരിപാടിയാണ്. സംഭവം എന്ന് വെച്ചാൽ ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഈ തൊപ്പി എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ തൊപ്പി വിചാരിച്ചത് ഇവർക്ക് കുറച്ച് കഞ്ചാവും കള്ളും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരെൻ്റെ കൂടെ നിൽക്കും, എന്നിട്ട് യൂട്യൂബിൻ്റെ വീഡിയോസിലും ലൈവ് സ്ട്രീമിങ്ങിലും അതിലെല്ലാം ഒക്കെ നിൽക്കുന്നതാണ് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ സംഭവം എന്ന് വെച്ചാൽ ഇവർ ശമ്പളത്തിന് വേണ്ടിയിട്ട് പോവുകയാണെന്ന് ഒരു എഗ്രിമെൻറ്റും ഇല്ല. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് അറിയുന്നത്, ബോധ്യം വരുന്നത്. എനിക്ക് ശമ്പളം വേണം, ഇത്ര വർഷം പണിയെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്ര നയിക്കാൻ പറ്റട്ടായിരുന്നു, ഇത്ര ക്യാഷ് ഉണ്ടാക്കാൻ പറ്റട്ടായിരുന്നു, ഇതൊക്കെ ഇപ്പോഴാണ് ബോധ്യം വരുന്നത്. ഇതൊന്നും ഇനി മുമ്പ് ബോധ്യമില്ല കേട്ടോ. ഇവരൊക്കെ ഓൾറെഡി പണിയെടുക്കാൻ മടിയായത് കൊണ്ട് വന്നിട്ട് ഇവൻ്റെ കൂടെ കൂടിയതാണ്. നമുക്ക് ഓരോ ആൾക്കാർ വരുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആരൊക്കെ വരുന്നുണ്ട്, ആരൊക്കെ പോകുന്നുണ്ട്. ഇതിൽ മുമ്പ് അച്ചായനുണ്ടായിരുന്നു, അച്ചായനും ഇതേപോലെയാണ് സിനിമ മോഹമായിട്ട് ഒരു സൈഡിൽ പോയി. അതിനുശേഷം ഈ തൊപ്പിൻ്റെ ലൈവിൽ കയറിയിട്ട് കുറച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും അതെല്ലാം വിചാരിച്ച്. ഇതൊന്നും ഞാൻ പറയുന്നല്ല കേട്ടാ, ഇത് ഓൾറെഡി ഇവരെന്നെ പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്നൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടാ. ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര ദിവസം നിന്നതെന്ന്, അവരെ കൂട്ടത്തിൽ നിന്നതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് നിന്നതെന്ന് അവരെന്നെ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാട്ടാ. ഈ പറഞ്ഞ പോലെ നമുക്ക് കള്ളും കഞ്ചാവും ഈ ഡ്രഗ്സും ഇവൻ തന്നിട്ട് നമ്മളെ കുറേ പരിപാടി ഇവൻ നമ്മളെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇവൻ എന്താ ചിന്തിച്ചതെന്ന് വെച്ചാൽ ഇതും കിട്ടി നമ്മൾ ഇതും അടിച്ചുകൊണ്ട് നമ്മൾ ഇവൻ്റെ കൂടെ അങ്ങ് നിന്ന് ഈ പറഞ്ഞ പോലെ പൈസ ഇതും നോക്കാണ്ട് നമ്മളെ വെച്ച് ഇവന് 10 ലക്ഷം റുപ്യ ഉണ്ടാക്കിയിട്ട് 1,50,000 എന്തോ പറഞ്ഞാൽ നമുക്ക് ഈ പെണ്ണും ഇതെല്ലാം തരാം. ഫെയിമുള്ളതുകൊണ്ട് പെണ്ണും ഇതെല്ലാം വരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതും തന്ന് നമ്മളങ്ങ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങി, നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൽ ഇതാകണം തോന്നി, വർക്കിനോട് ഇഷ്ടപ്പെട്ട് നമ്മൾ പണിയെടുക്കാൻ തുടങ്ങി. ഞാൻ കിക്കിൽ ഡെയിലി ലൈവ് ചെയ്യുന്നത്, മുമ്പിൽ 5-6 മണിക്കൂർ ഞാൻ ലൈവ് ചെയ്യല്, മനസ്സിലായോ, GTA ഇതെല്ലാം ആയിട്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവൻ്റെ പ്രൂഫ് അവിടെ ഓൻ്റെ ഓഡിയോ അല്ലടാ കേൾപ്പിച്ചത്. തൊപ്പി വിചാരിച്ചിട്ടുള്ളത് ഇവന്മാർക്ക് ഇത് മതി, ഇതിനായിട്ട് അപ്പുറത്തിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല എന്നാണ് തൊപ്പി വിചാരിച്ചിട്ടുള്ളത്. ഇവന്മാരും അങ്ങനെയാണ് ചിന്തിച്ചിട്ട് നിന്നത്. ഇപ്പോഴാണ് ഇവർക്ക് ബോധ്യം വരുന്നത് ഇങ്ങനെയാണ് സംഭവം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കൊടുക്കണോ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും. ഇവർക്ക് കൊടുത്ത ക്യാഷ് എന്ന് പറഞ്ഞാൽ ഈ കഞ്ചാവും കള്ളും ഇതെല്ലാം അടിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് ആറ്റാവുക. ഒരു ദിവസം എത്ര പൈസ വേണം ഇവർക്ക് ഇങ്ങനത്തെ പരിപാടി ഉണ്ട് എന്നുണ്ടെങ്കിൽ. പിന്നെ തൊപ്പി വിചാരിച്ചിട്ടുള്ള അതെല്ലാം കണക്ക് ഓൾറെഡി ഇവരെ അതിൽ അങ്ങ് പോകുന്ന വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ ഇത് ഇങ്ങനത്തെ എല്ലാം പ്രശ്നം വരുമെന്ന് ഇവനറിയൂല്ല, തൊപ്പിക്ക് അറിയത്തില്ല. അപ്പോൾ തൊപ്പി വലിയ നല്ലോനാണ് നല്ല പറയുന്നത്. തൊപ്പി പണ്ടേ ഉടായ്പാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ആരും ന്യായീകരിക്കുന്നതല്ല. ഇവന്മാരുടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓൾറെഡി തൊപ്പി ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി തൊപ്പി കേസിന് പോയിരിക്കുകയാണ്. ജസ്റ്റ് ഒരു മണിക്കൂർ മുന്നേ വീഡിയോ ഇട്ടത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഓൾറെഡി വീഡിയോ ഇട്ടതാണ്, ലൈവ് വന്നതാണ് തൊപ്പി. വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലുള്ളത്, പരാതി കൊടുക്കാൻ വന്നതാണ്. എന്നൊക്കെ ഒരു വണ്ടി നിന്നിട്ട് ബാക്കി പറയാം, ഒന്ന് സമാധാനത്തിൽ ഇരിക്കട്ടെ. ഇന്ന് രാവിലെ മുതൽ ഓട്ടമായിരുന്നു.
ഓക്കെ, ഇന്ന് കേരളത്തിൽ ചെറിയൊരു ഭാഗം ആൾക്കാരുടെങ്കിലും മുന്നിൽ ഞാൻ പോക്സോ കേസ് പോക്സോ കേസ് ചെയ്ത ആളാണ്. ഓക്കെ, പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കിയ ആളാണ്, ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണ്. ഇതിനെല്ലാം കാരണക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ തീറ്റിപ്പോറ്റിയ കുറച്ച് നാറുകൾ. ഓക്കെ, ഇനി വെറുതെ സോഷ്യൽ മീഡിയയിൽ വാങ്ങിച്ച് ഇവന്മാരെ എക്സ്പോസ് ചെയ്തിട്ട് ഇവന്മാരിത് ക്രെഡിറ്റ് ആയിട്ട് ഇവന്മാർക്ക് ഇത് കുഴപ്പമില്ല, ഇവന്മാർക്ക് റീച്ച് കിട്ടിയാൽ മതി. ഓക്കെ, എക്സ്പോസിങ് ഇതെല്ലാം ഞാൻ പറയട്ടെ. ഇത് കണ്ടോ, 2 ക്രിമിനൽ കേസുകളും പിന്നെ ഒരു ഡിഫമേഷൻ്റെ ലീഗൽ നോട്ടീസ് ഓൾറെഡി അയച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി കളികൾ ഡയറക്റ്റ് ലീഗലി പോകാൻ പോയെന്ന്. ഓക്കെ, നേരെ ജയിലിൽ കയറ്റാം, അതന്നെയാണ് ഡയറക്റ്റ് നേരെ ഇവന്മാരെ ജയിലിൽ കയറ്റാന്നുള്ളതിന് ഉദ്ദേശം. കാരണം എക്സ്പോസിങ് ഒന്നും ഇവർക്ക് ഇതൊക്കെ റീച്ചാണ്, ഇതെല്ലാം നെഗറ്റീവ് റീച്ച് മുന്നോട്ട് പോവാ, ഇതാണ് ഇവരെ മൈൻഡ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞിരുന്ന വെച്ചാൽ ഓൾറെഡി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തായാലും അത് നന്നായി. പക്ഷേ സമീർ ഇട്ട വീഡിയോസ് ഫുള്ള് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഓൾറെഡി ഫുള്ള് ലൈവ് ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിന് ശേഷം ഞാൻ ജസ്റ്റ് റെക്കോർഡ് ചെയ്ത് വെച്ചതുണ്ട്, ഞാൻ മുമ്പ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ലൈവ് ഇടുന്ന സമയത്ത് തന്നെ, അതുകൊണ്ട് രക്ഷപ്പെട്ട്. അതല്ലാതെ അവർ ഓൾറെഡി ലൈവ് ഫുള്ള് റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ റിമൂവ് ചെയ്താലും യൂട്യൂബിൽ പല രീതിയിൽ കറങ്ങി കളിക്കുന്നുണ്ട്. അത് ആ സ്പോട്ടിൽ തന്നെ എല്ലാവരും ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചവരുണ്ട് കേട്ടോ, കൂടുതൽ ആൾക്കാരും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അലിഗേഷൻസ് വരുന്ന സമയത്ത് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പോട്ടിൽ ആരെങ്കിലും അത് റെക്കോർഡ് ചെയ്യും, അതല്ലാതെ ഡൗൺലോഡ് ചെയ്യും എന്നുള്ള ഉറപ്പ് വിശ്വാസം നമുക്ക് എപ്പോഴും വേണം കേട്ടോ. അപ്പോൾ ഇവിടെ തൊപ്പിയാൽ കേസിന് പോയത് നന്നായി. ഇനിയിപ്പോൾ വരാൻ പോകുന്ന വിഷയം എന്താണെങ്കിൽ അതിന് തൊപ്പിൻ്റെ ലൈവ് ഉണ്ടാവും തോന്നുന്നില്ല കേട്ടോ, തൊപ്പിൻ്റെ ലൈവ് ഉണ്ടാവും തോന്നുന്നില്ല. ഇനി വരാൻ പോകുന്നത് സമീറും ഞാൻ ലൈവ്, അതിന് ശേഷം ഒരു ലൈവ് ഇട്ട് അതിൽ ഒരു മണ്ണം കട്ടിയുമില്ല, വെറുതെ ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മുമ്പ് ഡിലീറ്റ് ചെയ്ത ലൈവ് അല്ലാതെ രണ്ടാമത് ലൈവ് ഇട്ടിട്ടുണ്ട്. ലൈവ് ഇട്ടിട്ട് കുറച്ച് സമയം എന്തൊക്കെയോ സംസാരിച്ചിട്ട് ഒറ്റക്കാണ് കേട്ടോ, ഒന്നും പറയാനില്ല, ഒന്നും സ്റ്റക്കായി നിൽക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് കിട്ടിയത് ഇപ്പോഴാണെന്ന് തോന്നുന്നു. ആ രണ്ടാമത് ലൈവ് ഇടുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വീഡിയോ ഇത് ഒന്നും ഇപ്പം ഇല്ല, നിലവിലില്ല. ആ മുന്നത്തെ ആ കോൺഫിഡൻസ് ഒക്കെ പോയിന് ഓൾറെഡി. അപ്പോൾ ഇപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ ആർക്കും അറിയത്തില്ല. പക്ഷെ എന്തായാലും ഇവന്മാരെല്ലാം തൂക്കി കേസെടുത്ത് അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവന്മാർ ഒറ്റൊരെണ്ണത്തിന് ജില്ലയിൽ പോലും കയറ്റാൻ പറ്റാത്തവരാണ്. ജില്ലയിലോ ഈ നാട്ടിലോ നമ്മളെ പറ്റാത്തവരാണ് ഇവന്മാർ. എന്താ വെച്ചാൽ ഇവന്മാരുടെ കോൾ റെക്കോർഡ്സും കാര്യങ്ങളെല്ലാം കാണിച്ചത് റിയലാണ്. അതൊന്നും ഫേക്കല്ല, AI വെച്ചിട്ട് ഉണ്ടാക്കിയത് മറിച്ചെന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ അതൊക്കെ റിയലായിട്ടുള്ള കാര്യങ്ങളാണ് അവർ തുറന്ന് കാണിക്കുന്നുള്ളത്. ഇനിയിപ്പോൾ ഷമീറും ഇവർ തമ്മിലും ഒരു വീഡിയോസും വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ ഓൾറെഡി തൊപ്പി കേസിന് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് അവർക്ക് ജസ്റ്റ് ഒന്ന് പേടിക്കും, എന്തെങ്കിലും വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ തന്നെ പേടിക്കും, എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് തന്നെ. പക്ഷേ തൊപ്പിയും വലിയ നല്ലതൊന്നുമല്ല. തൊപ്പിയും ഇനങ്ങളപ്പുറം പൈസ ഉണ്ടാക്കുന്നുണ്ട്, പൈസ അതേപോലെ കളയുന്നത് ചാരിറ്റിക്ക് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടും പല ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടും ചാരിറ്റിയും അത് ചെറിയ എവിടെയെങ്കിലും അവന് എന്തെങ്കിലും മെച്ചപ്പെടുന്ന രൂപത്തിൽ എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്നതെന്നല്ലാതെ അവനായിട്ട് വേറൊരു കാര്യത്തിന് ഒരു നല്ല കാര്യം ചെയ്തതായിട്ട് ഇവരുടെ ഇപ്പോഴത്തെ ഈ കണ്ടീഷനിൽ ഒന്നും പറയാൻ പറ്റാത്ത കേസാണ്. സംഭവം എന്ന് വെച്ചാൽ ഇവന്മാർക്കെല്ലാം ഒരു സ്വഭാവമുണ്ട്. ഈ യൂട്യൂബിൽ ഇൻഫ്ലുവൻസർ അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്ന് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാർ എല്ലാവരും ഒന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ, ഫാമിലി ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇങ്ങനത്തെ കുറച്ച് ചില ആളുകളുണ്ട്, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഞാൻ അറിയുന്ന കാര്യമാണ് കേട്ടോ. ഇവന്മാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവന്മാർ ഗിവ് അവേ മറിച്ചെന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങും, വീഡിയോസ് ഇടും. വീഡിയോസ് ഇട്ടിട്ട് കുറേ ആൾക്കാർക്ക് ക്യാഷ് കൊടുക്കുന്ന കാണിക്കും, കുറേ ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും സ്കൂട്ടി കൊടുക്കുന്ന കാണിക്കും, വേറെ എന്തെങ്കിലും മൊബൈൽ ഐഫോൺ കൊടുക്കുന്ന കാണിക്കും, ഫോൺ കൊടുക്കുന്ന കാണിക്കും, ഇതൊക്കെ കാണിക്കും. പക്ഷേ ഇതിൽ വരുന്ന കമൻറ്റുകൾ പെൺകുട്ടികളെ കമൻറ്റ് മാത്രം ഇവർ സെലക്ട് ചെയ്തിട്ട് ഇവർ വേറെ ഐഡിയിൽ നിന്നും അവർക്ക് മെസ്സേജ് അയക്കണം. ഇങ്ങനത്തെ കുറേ കേസുകൾ ഓൾറെഡി ഞങ്ങൾക്ക് അറിയാം, ഉറപ്പായിട്ടും അറിയുന്ന കാര്യം തെളിവോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നുള്ളത്. പക്ഷെ തെളിവൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല ഞാൻ. അതൊക്കെ ആവശ്യം വന്നാൽ ഏതെങ്കിലും ഒരു സമയത്ത് ആവശ്യം വന്നാൽ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഓൾറെഡി ഉണ്ട്. ഇങ്ങനത്തെ ആൾക്കാർ ഓൾറെഡി നിലവിൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഉണ്ട്. പക്ഷെ അവരെ റിയൽ ID വെച്ചിട്ട് അവർ മെസ്സേജ് അയക്കത്തില്ല. അവരയക്കുന്നത് വേറെ ID വെച്ചിട്ടാണ് മെസ്സേജ് അയക്കുന്നുള്ളത്. വേറെ IDയിൽ മെസ്സേജ് അയച്ചിട്ട് അവരോട് ചാറ്റ് ചെയ്തിട്ട് അവരോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം പൈസ എത്ര വേണമെന്നാണ്, കാശ് എത്ര വേണമെന്നാണ് ആദ്യം ചോദിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്ന സ്ഥലത്ത് വരാൻ പറ്റുമെങ്കിൽ ക്യാഷ് തരാമെന്നാണ് പറയുന്നുള്ളത്. പിന്നെ ശേഖരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ക്യാഷ് തരാമെന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ കാര്യമാണ്. അപ്പോൾ ക്യാഷിന് മോഹമുള്ള ആൾക്കാർ ഓൾറെഡി അതിൽ പോയിട്ട് വീഴും. ഇത് ഇങ്ങനത്തെ സംഭവമാണെന്ന് മനസ്സിലാക്കുന്ന ആൾക്കാർ ആരാണോ അവരപ്പം തന്നെ ഒഴിവാക്കി വിടും. ക്യാഷും കൊടുക്കത്തില്ല, ഒന്നും കൊടുക്കത്തില്ല.
അപ്പോൾ അവരാദ്യം സമ്മതം ചോദിക്കുകയാണ്, ഇന്ന സ്ഥലത്ത് വരാൻ പറ്റുമോ, അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ന പോലെ പല കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊന്നും ഇപ്പോൾ ഞാൻ വെറുതെ ബായി കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേപോലെ എന്തെങ്കിലും തെളിവ് വേണ്ടി വന്നാൽ ഞാൻ വെക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ ഇൻഫ്ലുവൻസർമാരൊന്നുമല്ല, അതൊക്കെ വലിയ 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 ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർമാരാണ്. അതിൽ കുറേ ആൾക്കാർ, എല്ലാവരും ഒന്നും പറയാൻ പറ്റില്ല, ചില ഒരു 2-3 പേര് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എല്ലാവരും ഒന്നും പറയാൻ പറ്റുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് ആരൊക്കെയാണെന്ന് പറയുന്നൊന്നും പറയണ്ട. അത് അവരുടെ കാര്യം ആ സമയത്ത് വരുന്ന സമയത്ത് ഓൾറെഡി ഞാൻ റിവീൽ ചെയ്യാം കേട്ടോ.